ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു പുതിയ കറിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പക്ഷേ 2-3 ദിവസം മുന്നെയാണ് ഇത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അധികം ബിൽഡപ്പ് ഒന്നുമില്ല, നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇപ്പം നിറയെ മുരിങ്ങ കിട്ടുന്ന സീസണല്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 മുരിങ്ങ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് മുരിങ്ങയാണ്. നല്ല തനി നാടൻ ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഞാൻ അവിടെ കുറച്ച് തക്കാളി, ഞാൻ അവിടെ കുഞ്ഞു മാങ്ങയാട്ടോ എടുത്തേക്കുന്നത്. വലിയ മാങ്ങ കിട്ടാത്തതുകൊണ്ടാണ്. വലിയ മാങ്ങ ഉണ്ടെങ്കിൽ അതാണ് പെർഫെക്റ്റ്. പിന്നെ കുഞ്ഞുള്ളിയാണ് ആവശ്യമുള്ളത്. കുഞ്ഞുള്ളി ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ വേണം. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കറി നമ്മൾ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. ആദ്യം മാങ്ങ നോക്കട്ടെ. കുഞ്ഞ മാങ്ങ നല്ല പുളിയുണ്ട്. അഥവാ പുളി കുറവിൻ്റെ കുറച്ച് വാളം പുളി കൂടെ ചേർക്കണമല്ലോ വിചാരിച്ച് നോക്കിയതാ. നല്ല പുളിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മുരിങ്ങയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ആണെങ്കിൽ ഒരു 5-8 എണ്ണം എടുക്കണം. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കുഞ്ഞമാങ്ങ ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം ഡൗട്ട് പുളി കൂടി പോകുമെന്നാണ്, കാരണം നല്ല പുളിയുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക് കീറിയത്, പിന്നെ ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണും കുറച്ച് കൂടുതലുണ്ട് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരിയും നോർമൽ മുളകും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയൊക്കെ വേകുമ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുഞ്ഞിനുള്ള ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 കറിവേപ്പില, അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരമൂടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരു 8 മിനിറ്റ് എടുത്തോ കേട്ടോ. മുരിങ്ങയും തക്കാളി മാങ്ങയും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ജാറിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയും വെള്ളം മതിയോ? കാരണം ഓൾറെഡി നമ്മുടെ മുരിങ്ങയൊക്കെ വെന്തതല്ലേ. നമുക്ക് കറിയിൽ എത്ര വെള്ളം വേണം അത്ര വെള്ളം ആവശ്യമുള്ളൂ. അപ്പം അരപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക. അത് അരപ്പ് വേവാൻ വേണ്ടിയിട്ടുള്ള തിളപ്പിക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. സർപ്രൈസ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കൊണ്ടുവരുന്ന ഐറ്റം. അപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടിട്ട് അരപ്പൊക്കെ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ കുറച്ച് ഉണക്ക ചെമ്മീനും പിന്നെ 2 നെത്തോലി കൂടെ ചേർന്നിട്ടുണ്ട്. അത് ഞാൻ ഇൻവൈറ്റ് ചെയ്തതല്ല, പറയാതെ വന്ന 2 ഐറ്റമാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് കൊണ്ടുവരുന്ന ഐറ്റം. ഇത് ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരം അങ്ങ് വേവിക്കൊന്നും വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. പിന്നെ നമുക്ക് കടുക് വറക്കാം. കടുക് വറുക്കുമ്പോഴല്ലേ, ഞാൻ അവിടെ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും കറിവേപ്പില ഇട്ടിട്ടാണ് കടുക് വറുത്തത്. ഉലുവ മിസ്സാക്കരുത് കേട്ടോ, അതിലൊരു മെയിൻ ഐറ്റം തന്നെയാണ്. പിന്നെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ അതും ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മുരിങ്ങ ഉണക്ക ചെമ്മീനും മാങ്ങയും ഒക്കെ ഇട്ട കറി. നല്ല നാടൻ കറിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല നാടൻ കറിയാണ്. കുറേ ആയെടുക്കട്ടെ, അതല്ല നല്ല ചൂടുണ്ട്, നല്ല മണം. ചൂട്. മാങ്ങേൻ്റെ പീസ് എടുക്കട്ടെ. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
ബൈറ്റിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bye. Bye bye.